Dear students, today we are going to start new lesson, that is wave optics. What do you mean by wave optics? What is optics? Optics means it is a branch of physics which deals with phenomenon of light. ലൈറ്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ശാസ്ത്രശാഖയാണ് എന്ത് ഒപ്റ്റിക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് ലൈറ്റ്? ലൈറ്റിനെ പറ്റി, ലൈറ്റിന്റെ നാച്ചറിനെ പറ്റി പഠിക്കാൻ വേണ്ടി കുറെ സയന്റിസ്റ്റ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ലൈറ്റ്? ലൈറ്റിന്റെ പ്രത്യേകത എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തിയറീസ് നമ്മുടെ ശാസ്ത്രജ്ഞർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഹൈലി അക്സെപ്റ്റഡ് തിയറി ആയിട്ട് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഡി ബ്രോഗ്ലിയുടെ തിയറിയാണ് ഇപ്പോൾ കറന്റ്ലി മോസ്റ്റ് അക്സെപ്റ്റഡ് തിയറി. പക്ഷെ ആ തിയറി വരുന്നതിന് മുന്നേ അതിലേക്ക് എത്താൻ വേണ്ടി കുറേയധികം തിയറീസ് നമ്മുടെ സയന്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതാണ് വഴി? ലക്ഷ്യമല്ല പ്രധാനം, മാർഗമാണെന്ന് പറഞ്ഞ പോലെ ഏതൊക്കെ മാർഗങ്ങളിലാണ് ഇന്ന് നമ്മുടെ ലൈറ്റിനെ ഡിഫൈൻ ചെയ്ത അത്രയും വരെ എത്തിയത്, എങ്ങനെയാണ്, ഏതൊക്കെ തിയറീസിലൂടെയാണെന്ന് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് about what is light and its developments. ഫസ്റ്റ് ഓഫ് ഓൾ, ലൈറ്റിനെ കുറിച്ച് ഫസ്റ്റ് ഒരു തിയറി പ്രപ്പോസ് ചെയ്തത് ന്യൂട്ടൺ ആയിരുന്നു. ന്യൂട്ടൺസ് കോർപ്പസ്കുലാർ തിയറി. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് കോർപ്പസ്കുലാർ തിയറി, ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ അദ്ദേഹം ഒരു പാർട്ടിക്കിൾ ആയിട്ടാണ് ചിത്രീകരിച്ചത്. വെറും പാർട്ടിക്കിൾ അല്ല, ഒരു ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസ് ആണ് ലൈറ്റ് എന്നാണ് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തത്. സോ അദ്ദേഹത്തിന് ഏതൊക്കെ ലൈറ്റിന്റെ ഫിനോമിനൻസ് ആയ റിഫ്ലക്ഷൻ എന്നീ രണ്ട് ഫിനോമിനകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എങ്ങനെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ബീം ഒരു സർഫസിൽ തട്ടി തിരിച്ചു വന്നു, അല്ലെങ്കിൽ ബൗൺസ് ബാക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആയിട്ട് മാറിയാൽ, ഒരു ഇലാസ്റ്റിക് പാർട്ടിക്കിൾ ആണെന്ന് കൺസിഡർ ചെയ്താൽ എന്തുണ്ടാവും? ലൈറ്റ് ഒരു സർഫസിൽ വീണാൽ ആ ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ്, ലൈറ്റിലുള്ള ഇലാസ്റ്റിക് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? സർഫസിൽ വരും. സർഫസിൽ നിന്നും ആ ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ് ഹിറ്റ് ചെയ്ത് ബൗൺസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? റിഫ്ലക്ഷൻ സംഭവിക്കാം. അതുപോലെ തന്നെ റിഫ്രാക്ഷനും. അപ്പോൾ ന്യൂട്ടൺ ആണ് ആദ്യത്തെ ലൈറ്റിനെ പറ്റി ഒരു തിയറി കൊണ്ടുവന്നത്. അതാണ് കോർപ്പസ്കുലാർ തിയറി. According to him, light consists of tiny particles, elastic particles called corpuscles, and also this theory can explain a number of phenomena concerning light like reflection and refraction. പക്ഷേ ന്യൂട്ടൺ എക്സ്പ്ലെയിൻ ചെയ്തത്, റിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ലൈറ്റ് വേവ്സ് റെയർ മീഡിൽ നിന്ന് ഡെൻസർ മീഡിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ പാത്തിന് മാറ്റം ഉണ്ടാവും എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പൊ ന്യൂട്ടൺ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, റയറിൽ നിന്നും ഡെൻസറിലേക്ക് പോകുമ്പോൾ ഈ ലൈറ്റിൽ അടങ്ങിയിരിക്കുന്ന ഈ കോർപ്പസ്കുലാർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? റയറിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഡെൻസർ മീഡിയത്തിൽ ഈ പാർട്ടിക്കിൾസിന്റെ വേഗത കൂടുതലാണെന്ന് ന്യൂട്ടൺ പ്രെഡിക്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ തിയറി വെച്ചിട്ട്. പക്ഷേ അതൊരിക്കലും ശരിയായിരുന്നില്ല. ലൈറ്റ് ഒരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി ശരിക്കും കുറയുകയാണ് ചെയ്യുക. പക്ഷെ ന്യൂട്ടൺ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തത്? ഒരു ഡെൻസർ മീഡിയത്തിലേക്ക് എത്തുമ്പോൾ ലൈറ്റിന്റെ വെലോസിറ്റി കൂടും, അല്ലെങ്കിൽ ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കൂടും ഡ്യൂ ടു അട്രാക്ഷൻ ഫ്രം ഡെൻസർ മീഡിയം. ഡെൻസർ മീഡിയത്തിന്റെ അട്രാക്ഷൻ കാരണം ഈ ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കോർപ്പസ്കിൾസിന്റെ വേഗത കൂടുമെന്നാണ് പ്രെഡിക്റ്റ് ചെയ്തത്. പക്ഷെ ഫ്യൂച്ചറിൽ അത് തെറ്റാണെന്ന് തെളിഞ്ഞു. അപ്പോൾ ന്യൂട്ടന്റെ കോർപ്പസ്കുലാർ തിയറി അങ്ങനെ എന്ത് ചെയ്തു? തഴയപ്പെട്ടു. നെക്സ്റ്റ് തിയറി വന്നത് എന്താണെന്ന് വെച്ചാൽ, അതിനു മുന്നേ എന്താണ് കോർപ്പസ്കുലാർ തിയറി ഓഫ് റിഫ്ലക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പാർട്ടിക്കിൾസ് വരുന്നു, ഒരു സർഫസിൽ തട്ടുന്നു, ബൗൺസ് ചെയ്യുന്നു.
ലൈറ്റിന്റെ ഒരു പാർട്ടിക്കിൾ ആയിട്ടാണ് എന്ത് അദ്ദേഹം ചിത്രീകരിച്ചത്. ഓക്കെ, റിഫ്രാക്ഷൻ പാർട്ടിക്കിൾ ആക്സിലറേറ്റ് as they go from air to medium to greater optical density. അത് എയർ എന്ന് പറഞ്ഞാൽ ഒരു റയർ മീഡിയം ആണ്. പിന്നെ ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ആക്സിലറേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആക്സിലറേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ലൈറ്റിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ ലൈറ്റ് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും വെൻ ഇറ്റ് കം ഫ്രം റയർ ടു ഡെൻസർ. പക്ഷെ അത് തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞു. ഇപ്പൊ ഇത്രയാണ് ന്യൂട്ടന്റെ കോർപ്പസ്കുലാർ തിയറി. നെക്സ്റ്റ് തിയറി വന്നത് ഹെയ്ജീൻസ് വേവ് തിയറി. ഹെയ്ജീൻസ് വേവ് തിയറി പറയുന്നത് ന്യൂട്ടൺ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ഇലാസ്റ്റിക് കോർപ്പസ്കൾസ് പാർട്ടിക്കിൾസ്. കോർപ്പസ്കൾസ് എന്ന ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ് കൊണ്ടാണ് ലൈറ്റ് ഉണ്ടാക്കിയത്. ലൈറ്റ് ഒരു പാർട്ടിക്കിളിനായിട്ട് കാണിക്കുന്ന ഒരു ഫിനോമിനൻ ആണെന്നാണ് ന്യൂട്ടൺ പറഞ്ഞത്. പക്ഷേ ഹെയ്ജീൻസ് എന്ത് പറഞ്ഞു? ഹൈജീൻ പറഞ്ഞത് ലൈറ്റ് ഒരു വേവ് ആണ്, ലൈറ്റിന് വേവ് നേച്ചർ ആണെന്നാണ് ഹൈജീൻ പറഞ്ഞത്. ഹൈജീൻസ് പിന്നെ തിയറീസ് കൊണ്ടുവന്നത് ഇങ്ങനെയായിരുന്നു. ഒരു പാർട്ടിക്കിൾ, ഇവിടെ നോക്കൂ, ഇതൊരു പോയിന്റ് സോഴ്സ് ആണ്. പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് ഒരു ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക. ഇലക്ട്രോൺ എന്ത് ചെയ്യും? ലൈറ്റ് എമിറ്റ് ചെയ്യും അല്ലേ? ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പോയിന്റ് സോഴ്സ് ആണെന്ന് വിചാരിക്കുക. ലൈറ്റ് ഇങ്ങനെ എമിറ്റ് ചെയ്യും അല്ലേ? ഇങ്ങനെ ഓരോ എല്ലാ ഭാഗത്തേക്കും ലൈറ്റ് എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യാറുണ്ട്. ഹൈജീൻസ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ലൈറ്റ് ഈസ് മൂവിങ് ആസ് വേവ് ഫ്രണ്ട്സ്. ലൈറ്റ് മൂവ് ചെയ്യുന്നത് വേവ് ഫ്രണ്ട്സ് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇത് വേവ് ഫ്രണ്ട്സ് ആണ് ലൈറ്റിന്റെ മോഷന് കാരണം. മീൻസ് ഈ ലൈറ്റ് പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്ന ഈ ലൈറ്റിന് കൃത്യമായ പോയിന്റ്സ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് ഒരു വേവ് ഫ്രണ്ട് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പോയിന്റ്സ് വെച്ചിട്ട് ഇങ്ങനെ റീജിയൻ വരച്ചെടുക്കാൻ പറ്റും. ഇതാണ് വേവ് ഫ്രണ്ട്. വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കുളം സങ്കല്പിക്കുക. കുളത്തിലേക്ക് ഒരു കല്ലിടുമ്പോൾ എന്ത് ചെയ്യും? വെള്ളം ഇങ്ങനെ റൗണ്ടായി പോവല്ലോ. അത് ശരിക്കും എന്താണ്? ഒരു വേവ് അല്ലേ ശരിക്കും? നമ്മൾ നിശ്ചലമായിരിക്കുന്ന കുളത്തിൽ ഒരു കല്ല് കൊണ്ടിട്ടാൽ എന്ത് ചെയ്യും? അവിടെ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യില്ലേ? അപ്പൊ അതുപോലെയാണ് ലൈറ്റ് മൂവ് ചെയ്യുന്നതെന്നാണ് ഹൈജീൻസ് പറഞ്ഞത്. കൂടാതെ ലൈറ്റ് വേവ് ഫ്രണ്ട് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഇതാണ് കല്ലെങ്കിൽ വേവ് ആണ് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും എന്തുണ്ട്? വേവ് മൂവ് ചെയ്യുന്നുണ്ടല്ലേ? ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് വേവ് ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ, ദ ലോക്കസ് ഓഫ് ദ പോയിന്റ്സ് വേർ ദ പാർട്ടിക്കിൾ ആർ ഇൻ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. അല്ലെങ്കിൽ ഒരേ ഫേസിൽ സഞ്ചരിക്കുന്ന ഒരു കൂട്ടം പാർട്ടിക്കിൾസ് ആണ് എന്ത് വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ ഇങ്ങനെ രണ്ട് വേവ്സ് ഉണ്ട്, മൂന്നാമത്തെ വേവ്സ് ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പോൾ നോക്കുക, ഈ പാർട്ടിക്കിൾ, ഇവിടെ ഉണ്ടാവുന്ന പാർട്ടിക്കിൾ, ഈ ക്രിസ്റ്റൽ ട്രഫ് മുകളിൽ ഈ ഇങ്ങനെയുള്ളൊരു പാർട്ടിക്കിൾ സങ്കല്പിക്കുക. അതുപോലെ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതാ ഏറ്റവും വേവിന്റെ ഏറ്റവും അതായത് ഇങ്ങനെ പോകുന്ന കുറെ വേവ്സ് നമുക്കിവിടെ കാണിക്കാൻ പറ്റൂലേ? ഇങ്ങനല്ലേ ഞാനിപ്പോ വരച്ചത്? ഇങ്ങനെ ഒരുപാട് വേവ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കല്ലിന്റെ അവിടെ നിന്നും പോയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇതേ സ്ഥാനത്ത് തന്നെയല്ല അടുത്തതിന്റെ സെയിം പ്ലേസിൽ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം എന്താണ്? സെയിം ഫേസിലാണെന്ന് പറയാം. കാരണം എല്ലാം ഇവിടെ തന്നെയല്ലേ? സെയിം ഫേസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയായിരുന്നെങ്കിൽ
ഇങ്ങനെയും ഇങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ ഒരു പാർട്ടിക്കിൾ വന്നു, അതിന്റെ നേരെ നമ്മൾ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ താഴത്താണ് വരുന്നത് അല്ലേ. ഇത് തമ്മിൽ എന്താണ് ഔട്ട് ഓഫ് ഫേസ് ആണെന്ന് പറയും. കാരണം നേരെ ഓപ്പോസിറ്റ് ആണ്. ഒന്ന് ആംപ്ലിറ്റ്യൂഡ് കൂടിയതും ആംപ്ലിറ്റ്യൂഡ് കൂടിയ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത് പോയിന്റ് വരുന്നത്. മറ്റേത് എന്താണ് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ ഭാഗത്താണ് വരുന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സെയിം ഫേസ് അല്ല, ഔട്ട് ഓഫ് ഫേസ് ആണ്. സെയിം ഫേസ് ആണെന്ന് ഇവിടെയാണ് ഒരു പോയിന്റ് നോട്ട് ചെയ്തതെങ്കിൽ നെക്സ്റ്റിന്റെ ഉയരത്തിൽ തന്നെ അടുത്ത പോയിന്റ് വരണം, പിന്നെ നെക്സ്റ്റ് വേവിന്റെ ഉയരത്തിൽ തന്നെ അടുത്ത പോയിന്റ്. ഇങ്ങനെ വരുന്ന പോയിന്റ്സിന് ആണ് എന്ത് ചെയ്യുന്നത് സെയിം ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സെയിം ഫേസ് ഉള്ള പോയിന്റ്സിനെ യോജിപ്പിട്ടുണ്ടാവുന്ന ഒരു സംഗതിയാണ് എന്ത് വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ. ഈ വേവ് ഫ്രണ്ടിൽ എന്തുണ്ട് പോയിന്റ്സിനെല്ലാം സെയിം ഫേസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വേവ് ഫ്രണ്ട് ആയിട്ടാണ് ലൈറ്റ് മൂവ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. കൂടാതെ തന്നെ കുറെ വേവ് ഫ്രണ്ട് ഇങ്ങനെ ഈ പോയിന്റ് സോഴ്സിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു വേവ് ഫ്രണ്ടിൽ നിന്ന് ഓരോ വേവ് ഫ്രണ്ടും നെക്സ്റ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള സോഴ്സ് ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. അതായത് ഈ പോയിന്റ് സോഴ്സ് ഒരു വേവ് ഫ്രണ്ട് ജനറേറ്റ് ചെയ്തു, പിന്നെ ഈ വേവ് ഫ്രണ്ടിലുള്ള ഓരോ പോയിന്റ്സുമാണ് നെക്സ്റ്റ് വേവ് ഫ്രണ്ട് എമേർജ് ചെയ്യാൻ കാരണം എന്നാണ് ഹൈഗീൻസ് പറഞ്ഞത്. അപ്പോൾ ഹൈഗീൻസ് എന്താണ് പറഞ്ഞത്? ഹൈഗീൻസ് പറഞ്ഞത് ലൈറ്റിന് ഒരു വേവ് നേച്ചർ ആണ് ഉള്ളത്, പാർട്ടിക്കിൾ നേച്ചർ അല്ല, വേവ് നേച്ചർ ആണ് ഉള്ളത്. ലൈറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? വേവ് ഫ്രണ്ട് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. വാട്ട് ഈസ് വേവ് ഫ്രണ്ട്? ദ ലോക്കസ് ഓഫ് ദ പോയിന്റ് വേർ ദ പോയിന്റ്സ് ആർ ഇൻ ഫേസ്. ഒരേ ഫേസിലുള്ള കുറച്ച് പോയിന്റുകൾ ചേർന്നിട്ടുള്ള സംഗതിയാണ് എന്ത് വേവ് ഫ്രണ്ട് എന്നുള്ളത്. വേവ് ഫ്രണ്ടിൽ പോയിന്റ്സ് എല്ലാം സെയിം ഫേസ് ആയിരിക്കും. കൂടാതെ ഓരോ വേവ് ഫ്രണ്ടും നെക്സ്റ്റ് വേവ് ഫ്രണ്ടിനുള്ള സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അത് ഈ വേവ് ഫ്രണ്ട് ആയിരിക്കും നെക്സ്റ്റ് വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സോഴ്സ്. അങ്ങനെ നെക്സ്റ്റ് വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റ്സ് ആയിരിക്കും അടുത്ത വേവ് ഫ്രണ്ട് ഒറിജിനേറ്റ് ചെയ്യാനുള്ള സോഴ്സ്. അങ്ങനെ വേവ് ഫ്രണ്ട് ആയിട്ട് എന്ത് ചെയ്യും ലൈറ്റ് അങ്ങനെ എമർജ് പോകും എന്നാണ് പറയുന്നത്. ഹൈഗീൻസിന്റെ പ്രിൻസിപ്പിളും ലേറ്റർ ഓൺലി വേവ് നേച്ചർ മാത്രമേ ഹൈഗീൻസ് പറഞ്ഞിട്ടുള്ളൂ. പാർട്ടിക്കിൾ നേച്ചർ എന്തില്ല പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഹൈഗീൻസ് പ്രിൻസിപ്പിളും തടയപ്പെട്ടു. നെക്സ്റ്റ് വന്ന പ്രിൻസിപ്പിൾ ആണ് ഇതാണ് ഞാൻ പറഞ്ഞ ഹൈഗീൻസ് പ്രിൻസിപ്പിൾ. ഇവിടെ ഒരു കല്ലിട്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്തു ഒരുപാട് ക്രസ്റ്റ് ആൻഡ് ട്രസ്റ്റ് കിട്ടില്ലേ, ഇതാണ്. അപ്പോൾ ഇതുപോലെയാണ് ഹൈഗീൻസ് പറഞ്ഞത്. ഹൈഗീൻസ് didn't explain rectilinear motion of light. rectilinear motion of light എന്ത് ചെയ്യില്ല ഹൈഗീൻസ് എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്നുള്ളതും അതിന്റെ ഡീമെറിറ്റ് ആയിരുന്നു. rectilinear motion എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് ആൾവേസ് ഫോളോസ് സ്ട്രെയിറ്റ് ലൈൻ. അതാണ് എന്ത് rectilinear motion of light. so he couldn't explain the rectilinear motion of light. also ഒരു ഡ്രോബാക്ക്. നെക്സ്റ്റ് വന്നത് മാക്സ്വെൽസ് തിയറി ആയിരുന്നു. മാക്സ്വെൽസ് തിയറി എന്തായിരുന്നു? മാക്സ്വെൽസ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്നാണ് പറയുക. മാക്സ്വെൽസ് നെക്സ്റ്റ് പ്രൊപ്പോസൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ബൈ മാക്സ്വെൽ. മാക്സ്വെൽ പറഞ്ഞത് ലൈറ്റ് ഈസ് എ വാരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് എന്നാണ് പറഞ്ഞത്. ലൈറ്റ് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടും മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടും ഉണ്ടാക്കിയതാണ്. കൂടാതെ തന്നെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. അതും കൂടാതെ ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആൾസോ വേവിന്റെ മോഷൻ പെർപെൻഡിക്കുലർ ആണ്. സോ വേവിന്റെ മോഷനും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മൂന്നും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് വരുന്നത്. സോ മാക്സ്വെൽ എന്താണ് പ്രപ്പോസ് ചെയ്തത്? ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ എന്താണ് പറയുന്നത്? ലൈറ്റ് ഈസ് എ EM വേവ് എന്നാണ് പറയുന്നത്. ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്, ആൾസോ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്.
Also, these fields are perpendicular to the motion of the wave. കൂടുതൽ നമ്മൾ ചാപ്റ്ററിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ പഠിക്കും. ഇപ്പൊ ഇങ്ങനെ പഠിച്ചിരിക്കുക. മാക്സ്വെൽ തിയറി കൊണ്ടുവന്നത് മാക്സ്വെൽ ആണല്ലോ തിയറി കൊണ്ടുവന്നത്. സോ ഇവിടെ പറയുന്നത് എന്താണെന്നു, സ്റ്റേഷനറി ചാർജ് പ്രൊഡ്യൂസ് only electric field. Charges in uniform motion produce electric field and magnetic field. Charges are accelerated produce electric and magnetic field and electromagnetic waves. അതായത് ആക്സിലറേറ്റഡ് ചാർജസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ ലൈറ്റ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ദ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആൻ മാഗ്നറ്റിക് ഫീൽഡ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെന്ന് അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. എങ്ങനെ ലൈറ്റ് ഉണ്ടാവുന്നതാണ് പറഞ്ഞത്, ചാർജ് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടാവുന്നതാണ് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തത്. ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. അപ്പൊ ഞാനിവിടെ കാണിക്കുന്നത് ഒരു പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്, കൂടാതെ അവ എന്തുകൊണ്ട് മോഷനും പെർപെൻഡിക്കുലർ ആണ്. ഇപ്പോൾ സെഡ് ഡയറക്ഷൻ ആണ് ഇവിടെ മോഷൻ എന്ന് വിചാരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് എന്താ ചെയ്യുന്നത്, ശരിക്കും വൈ ആക്സിലായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, എക്സ് ആക്സിലായിരിക്കും. കണ്ടോ, ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് ഇങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. ഇത് രണ്ടിന്റെയും പെർപെൻഡിക്കുലർ ആയിട്ടാണ് മോഷൻ വരുന്നത്. കണ്ടോ, മോഷൻ ഇങ്ങോട്ടാണ്, ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്, ഇങ്ങനെയാണ് പോകുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നത്. മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. ഇങ്ങനെയാണ് ലൈറ്റ് മൂവ് ചെയ്യുന്നതാണ് എന്ത് മാക്സ്വെൽസ് പ്രെഡിക്റ്റ് ചെയ്തത്. ചേഞ്ചിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ലൈറ്റ് എന്നാണ് മാക്സ്വെൽസ് പ്രപ്പോസ് ചെയ്തത്. മാക്സ്വെലിന്റെ കേസിലാണെങ്കിലും എന്തില്ല, മാക്സ്വെൽസ് ഓൺലി വേവ് നേച്ചർ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ. പക്ഷെ ലൈറ്റിന് എന്തുണ്ട്, വേറെ നാച്ചർ കൂടി ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, മാക്സ്വെൽസിന് പറ്റിയില്ല. നെക്സ്റ്റ് വന്നത് ക്വാണ്ടം തിയറി, ഐൻസ്റ്റീൻസ് ക്വാണ്ടം തിയറി. ആക്ച്വലി ഹെൻറിച്ച് ഹെർട്സ് എന്ന ശാസ്ത്രജ്ഞൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കണ്ടുപിടിച്ചു. വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്? ദിസ് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്നാൽ ലൈറ്റ് വേവ്സ് ഒരു മെറ്റൽ സർഫസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ എജക്ട് ചെയ്യപ്പെടുന്നു. ഇത് കണ്ടോ, ഇവിടെ ലൈറ്റ്, ഇതൊരു ലൈറ്റ് വേവ് ആണ്. ഇത്ര കണ്ടോ, വേവ് ലെങ്ത് ഇത്രയുണ്ട്. അപ്പൊ ഇത്രയും വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് മെറ്റൽ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് എജക്ട് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ വേറൊരു വേവ് ലെങ്ത്തിൽ ലൈറ്റ് പതിക്കുമ്പോൾ ഇലക്ട്രോൺസ് ഇവിടുന്ന് എജക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. Light of particular frequency when strikes on the metal surface, electrons are ejected. ഇതാണ് എന്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞാൽ. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. പക്ഷെ അതിന്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ്, ഐൻസ്റ്റീൻ ആണ്. അതാണ് ഇവിടെ ഐൻസ്റ്റീൻസ് ക്വാണ്ടം തിയറി എന്ന് പറഞ്ഞത്. കണ്ടുപിടിച്ചത് ആരാണ്, ഹെർട്സ് ആണ്. പക്ഷെ തിയറി എക്സ്പ്ലെയിൻ ചെയ്തത് ഐൻസ്റ്റീൻ ആണ്. Okay, Einstein created the quantum theory of light, which states that electromagnetic radiation travels as tiny packets of energy called quanta. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഓരോ പാക്കറ്റ് ഓഫ് എനർജി ആയിട്ടാണ്. ആ പാക്കറ്റ് ഓഫ് എനർജിക്ക് അദ്ദേഹം ഇട്ട പേരാണ് ക്വാണ്ട. ക്വാണ്ട ഓഫ് എനർജി ആയിട്ടാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Einstein work on quanta of light provides a foundation for an revolutionary new idea. ആക്ച്വലി അതൊരു ന്യൂ ഐഡിയ ആയിരുന്നു. ആക്ച്വലി അദ്ദേഹം പ്രപ്പോസ് ചെയ്ത തിയറി എന്ന് പറഞ്ഞാൽ ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ്. ഹെൻറിച്ച് ഹെർട്സ് ആണ് ആക്ച്വലി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കണ്ടുപിടിച്ചത്. അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ്, ഐൻസ്റ്റീൻ ആണ്. ഐൻസ്റ്റീൻ പറഞ്ഞത് എന്താണ്, ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ടൈനി പാക്കറ്റ്സ് ഓഫ് എനർജി കാൾഡ് ക്വാണ്ട. ഓരോ പാക്കറ്റ് ഓഫ് എനർജി ആയിട്ടാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്, ലൈറ്റ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്ത ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്നാൽ ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പാക്കറ്റ് ഓഫ് എനർജി ആണല്ലോ. അപ്പൊ ഈ ലൈറ്റ് മെറ്റൽ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും,
ഇതിൽ നിന്ന് കുറച്ച് എനർജി മെറ്റൽ സർഫസിലുള്ള ഇലക്ട്രോണിന് ട്രാൻസ്ഫർ ചെയ്യും. സോ ഇലക്ട്രോൺസ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവല്ലോ. അപ്പോൾ ഈ എനർജി കിട്ടിയ മെറ്റൽ സർഫസിലെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എജക്ട് ചെയ്യും. അതാണ് എന്ത് ഐൻസ്റ്റീൻ കൊടുത്ത എക്സ്പ്ലനേഷൻ. കൂടുതൽ നമ്മൾ ചാപ്റ്റർ ഡീൽ ചെയ്യുമ്പോൾ പറയുന്നതാണ്. അപ്പൊ ഇതാണ് എന്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. മനസ്സിലായല്ലോ? വേറെ പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്ന വേറൊരു എഫക്റ്റ് ആണ് കോംപ്റ്റൺ എഫക്റ്റ്. ഇത് എന്താണ്? കോംപ്റ്റൺ ആണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് തന്നെ കോംപ്റ്റൺ എഫക്റ്റ് എന്നാണ് പറയുന്നത്. എക്സ്റേ ഒരു ഇലക്ട്രോണിൽ പതിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഇങ്ങോട്ട് എജക്റ്റ് ചെയ്യും, വേറൊരു എക്സ്റേ ഫോട്ടോൺ എമിറ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ ശരിക്കും എന്താണ് നമ്മൾ ഇപ്പോൾ ബില്ലിയാർഡ് ബാൾസ് ഒക്കെ കളിക്കുമ്പോഴുള്ള അവസ്ഥയിലത് ഒരു ബില്ലിയാർഡ് ബാൾ ഇവിടെ ഉണ്ട്. ആ ബില്ലിയാർഡ് ബാള് ഈ ബില്ലിയാർഡ് ബാളിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ബില്ലിയാർഡ് ബാൾ ഇങ്ങോട്ട് പോകും അല്ലെ? അതുപോലെ തന്നെ അല്ലേ ഇവിടെ കേസിലും ലൈറ്റ് വന്നിട്ട് ഇലക്ട്രോൺ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഭാഗത്തേക്ക് മൂവ് ചെയ്യുകയും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വേവ് എമിറ്റ് ചെയ്യുകയും ചെയ്യും. ഈ വേവ് എന്തുണ്ട്? ഈ വേവിനെക്കാട്ടും ലാംഡ വ്യത്യാസം വരും. അതായത് ഒരു പ്രത്യേക ലാംഡയുള്ള ഒരു വേവ് ഒരു ഇലക്ട്രോണിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ റീകോൾ ചെയ്യുകയും പുതിയൊരു വേവ് ലെങ്ത് ഉള്ള ഒരു വേവ് അല്ലെങ്കിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ എഫക്റ്റ് ആണ് കോംപ്റ്റൺ എഫക്റ്റ്. കോംപ്റ്റൺ എഫക്റ്റ് ആൾസോ എക്സ്പ്ലെയിൻസ് ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. ഇവിടെ പാർട്ടിക്കിൾ നേച്ചർ അല്ല കാണിക്കുന്നത്, പാർട്ടിക്കിൾസിനെ പോലെയല്ലേ ഇവിടെ ലൈറ്റ് ബിഹേവ് ചെയ്തത്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. അപ്പോൾ കോംപ്റ്റൺ എഫക്റ്റും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അവിടെ നിന്നും എന്ത് ചെയ്തു? ഡി ബ്രോഗ്ലി അപ്പോൾ ലൈറ്റ് എന്താണ്? വേവ് ഓർ പാർട്ടിക്കിൾസ് എന്ന സംശയം വന്നു. ന്യൂട്ടൺ എന്താണ് പറഞ്ഞത്? പാർട്ടിക്കിൾ തിയറി ഓഫ് ലൈറ്റ് ആണ്. ഹെയ്ജിൻസ് ബിലീവ് ചെയ്ത് എന്താണ്? വേവ്സ് ആയിട്ടാണ് ലൈറ്റ് പോകുന്നതാണ് ചെയ്യുന്നത്. പക്ഷേ ഹെഡ്സ പിന്നെ ഡിസ്കവർ ചെയ്തു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതെന്താണ്? പാർട്ടിക്കിൾ നേച്ചർ ആണ് കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും ലൈറ്റ് എന്തായിരുന്നു? ലൈറ്റ് പാർട്ടിക്കിൾ നേച്ചറും കാണിക്കുന്നുണ്ട്, വേവ് നേച്ചറും കാണിക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് രണ്ടു നേച്ചറും കാണിക്കുന്നുണ്ടെങ്കിൽ ലൈറ്റിന് എന്തുണ്ട്? ഡ്യുവൽ നേച്ചർ ഉണ്ടെന്ന് പറയാൻ പറ്റും. ലൈറ്റ് ഈസ് നോട്ട് എ പാർട്ടിക്കിൾ ബട്ട് എ വേവ് ആൾസോ. സോ ലൈറ്റ് ഈസ് എ ഡ്യുവൽ പാർട്ടിക്കിൾ. ബോത്ത് വേവ് ആൻഡ് പാർട്ടിക്കിൾ നേച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ലൈറ്റ്. സോ ലൈറ്റ് ഈസ് എ വേവ് as well as a particle എന്ന് എന്ത് ചെയ്തു? ഡി ബ്രോഗ്ലി ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഡി ബ്രോഗ്ലി ആണ് ലാസ്റ്റ് ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഡി ബ്രോഗ്ലി കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് വേവ് നേച്ചർ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ കൊണ്ടുവന്നു. അതുപോലെ തന്നെ പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്നും എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഡി ബ്രോഗ്ലിയുടെ വേവ് ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നമ്മൾ ഡി ബ്രോഗ്ലീസ് ഡ്യുവൽ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.